കുട്ടികളെ മൊബൈൽ ഫോണിൽ നിന്നും ലഹരിയുടെ ലോകത്തു നിന്നുമൊക്കെ മാറ്റി നിർത്തി പ്രകൃതിയോട് ഇണങ്ങി കളിച്ചു നടക്കാൻ ഒരിടമുണ്ട് ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ. ഇവിടെ കുട്ടികൾക്ക് യഥേഷ്ടം മാവിൽ കല്ലെറിയാനും ചൂണ്ടയിടാനും ജലാശയത്തിൽ നീന്തിക്കളിക്കാനുമൊക്കെ മനോഹരമായൊരിടം സൃഷ്ടിച്ചിരിക്കുകയാണ് വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നമുക്ക് കാഴ്ചയൊന്ന് കണ്ടാലോ? എത്ര രസമായിരിക്കും അല്ലേ? നമുക്ക് പോകാം ആലപ്പുഴയിലേക്ക്. 2 വർഷം മുന്നേ പോലീസ് സർവീസിൽ നിന്നും വിരമിച്ച രാജു 2021 മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ് പോലീസ് അവാർഡ് നേടിയ വ്യക്തിയാണ്. റിട്ടയർമെന്റിന് ശേഷം ലഭിച്ച പെൻഷൻ തുകയിൽ നിന്നും 3 ലക്ഷം രൂപ മാറ്റിവെച്ച് കുട്ടികൾക്കായി വേറിട്ടൊരു ലോകം സൃഷ്ടിക്കുകയായിരുന്നു രാജു. സ്ലൈഡുകളും മരങ്ങേറലും കയാക്കിംഗ് ഉൾപ്പെടെ പണ്ടത്തെ കാലത്തിൻ്റെ ഗ്രാമീണ കളികളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. കൊറോണയ്ക്ക് ശേഷം കുട്ടികൾ വീടിന് പുറത്തേക്കിറങ്ങുന്നത് കുറഞ്ഞതും മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കൂടിയതുമാണ് തന്നെ ഈ ആശയത്തിലേക്ക് നയിച്ചതെന്ന് രാജു പറയുന്നു. കൂടുതലും മൊബൈലും ടി വി ആയിട്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ്. ഇപ്പോൾ ഇതൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഈ ഗ്രാമപ്രദേശത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പെൻഷനാകുന്ന മുമ്പ് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ 2023 പെൻഷനായപ്പോൾ ആ പെൻഷൻ കിട്ടിയ പെൻഷൻ ആനുകൂല്യങ്ങൾ നിന്ന് ഒരു 3 ലക്ഷം രൂപയോളം ചെലവഴിച്ച് കുട്ടികൾക്ക് ഒരു കളിസ്ഥലം. കഞ്ഞിക്കുഴിയിലെ ചെറിയ പാർക്ക് ഇന്ന് കുട്ടികളുടെ പ്രിയ ഇടമായി മാറിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് കുറേ സ്ലൈഡും അങ്ങനത്തെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ. ഞങ്ങളിവിടെ സാധാരണ സ്കൂളിൽ ഇട്ട് ശനി ഞായർ പിന്നെ അവധിക്കൊക്കെ എപ്പോഴും ഇവിടെ തന്നെ. വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തുന്ന കുട്ടികളുടെ ചിരികളും കളികളും ഗ്രാമത്തിനാകെ ഒരു പുത്തൻ ഉണർവാണ് നൽകുന്നത്. സ്വന്തം ജീവിത സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം പുതുതലമുറയുടെ സന്തോഷത്തിനായി മാറ്റിവെച്ച രാജുവിൻ്റെ ഈ ശ്രമം സമൂഹത്തിന് മുന്നിൽ തന്നെ ഒരു മാതൃകയായി മാറുകയാണ്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.